പറഞ്ഞോണ്ട് വരാം. നമ്മളിങ്ങനെ ഇവിടെയൊക്കെ റേപ്പ് ചെയ്യല് സഡൻ ആയിട്ടുള്ള പ്രൊവോക്കേഷൻ ആയിരിക്കും. കേട്ടോ ഞാൻ എന്നെ പീഡിപ്പിക്കാൻ വരുന്നു. അപ്പൊ ഇവിടെ ഈ കാണുന്ന ആള് എന്നെ മുതലേ പിന്നെ ഏത് പണ്ട് പറഞ്ഞിട്ട് ഉപദ്രവിക്കാൻ അപ്പൊ അന്ത കാലത്താണെങ്കിൽ ഇവിടെ തന്നെ ബ്ലൗസ് ഉണ്ടാവുള്ളൂ. ഇത്രത്തോളം ഇതും ചീനാണെങ്കിൽ കണ്ണാണെങ്കിൽ ചായ കുടിക്കാൻ കയറിയവനാണെങ്കിൽ ഇത് കണ്ടിട്ട് പീഡിപ്പിച്ചു. പണ്ടത്തെ സിനിമകളിലെ പീഡന രംഗങ്ങളെ കളിയാക്കുകയാണിവർ. ഈ റീലിലെ ആ പറഞ്ഞൊരു പോയിന്റ് ശരിയുമാണ്. പണ്ടത്തെ സിനിമകളിൽ റേപ്പ് സീനുകളൊക്കെ ചിത്രീകരിച്ചിരുന്നത് വളരെ വികലമായാണ്. പീഡന രംഗങ്ങളിലെ നടിമാരുടെ എക്സ്പ്രഷൻസ് ആൻഡ് അഭിനയമൊക്കെ ആ സന്ദർഭത്തോട് ഒട്ടും ചേരാത്ത രീതിയിലാണ് ചെയ്തിരുന്നത്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ കുറെ തെറ്റായ കാര്യങ്ങൾ അവർ നോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സഡൻ ആയിട്ടുള്ള പ്രൊവോക്കേഷൻ കാരണമാണ് റേപ്പ് നടക്കുക എന്ന പോലെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അത് തെറ്റാണ്. പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് നടത്തുന്ന റേപ്സ് ഒരുപാടാണ്. കണ്ണിങ്ങനെ കാണിച്ചാൽ, വയറ് കാണിച്ചാൽ, ആ ക്ലോത്ത്സ് ഇട്ടാൽ ചായ കുടിക്കാൻ വന്ന ആള് വരെ പീഡിപ്പിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ മണിക്കൂറിൽ 3 റേപ്സ് നടക്കുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യാത്തത് കൂട്ടിയാൽ ഇതിലും എത്രയോ അധികമായിരിക്കും അത്. പക്ഷേ ഭൂരിഭാഗം പേരും ഇപ്പോഴും റേപ്പിസ്റ്റിനെയല്ല വിക്ടിംസിനെയാണ് കുറ്റപ്പെടുത്തുക. വിക്ടിംസിനെ കുറ്റപ്പെടുത്തുന്നവരും പറയുന്നത് ഏതാണ്ട് ഇതേ സംഗതികളാണ്. വയറ് കാണിച്ചിട്ടാണ്, ആ ക്ലോത്ത്സ് ഇട്ടാണ്, അങ്ങനെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വീണ്ടും ഇതൊക്കെ കോമഡി എന്ന രീതിയിലേക്ക് ഇട്ടുകൊടുത്ത് നോർമലൈസ് ചെയ്യുന്നതിന്റെ പാട്ടാകണോ എന്ന് ചിന്തിച്ചു നോക്കുക.